ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണ്? എനിക്ക് സുഖമാണ്. എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞോ? ഞാൻ കഴിച്ചില്ല കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പം എന്ത് പറയുന്നുണ്ട്? ഇന്നും എൻ്റെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഞാൻ. അപ്പം ഇന്ന് ജോലിക്കൊക്കെ പോയി കേട്ടോ. ഏപ്രിൽ മാസം തുടങ്ങിയ ശേഷം ഒരുപാട് ലീവൊക്കെ എടുത്ത് വയ്യായികയും കാര്യമൊക്കെ ഇരുന്ന്. അപ്പം ഞാൻ 2 ദിവസത്തിന് മുന്നെയൊക്കെ ഇന്നലെയൊക്കെ എനിക്ക് നല്ല വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയ്യായികയുടെ കാരണം പറയാം. നമ്മൾ പിന്നീട് വയ്യാണ്ട് പോയപ്പോൾ ടെസ്റ്റ് ചെയ്യാനൊക്കെ എഴുതി തന്നപ്പം കൊളസ്ട്രോൾ കൂടുതലായിരുന്നു. അപ്പം ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് എഴുതി തന്നായിരുന്നു. ഗുളിക വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഞാൻ കഴിച്ചില്ല. വൈറ്റമിൻ്റെ ഗുളികയും കൊളസ്ട്രോളിൻ്റെ ഗുളികയും തന്നായിരുന്നു. കഴിച്ചില്ല. കൊളസ്ട്രോളൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു. കഴിക്കാണ്ട് ഞാൻ വിചാരിച്ച് ഫുഡ് കൺട്രോൾ ചെയ്ത് നോക്കാമെന്ന്. പക്ഷെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ചോറൊന്നും ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ എന്തൊക്കെ ഇനി കഴിച്ചാലും എത്രയൊക്കെ കഴിച്ചാലും ഇച്ചിരി ചോറ് കഴിക്കാണ്ട് നമുക്കൊന്നും ആവില്ല. രാത്രിയൊക്കെ നമുക്ക് ചോറ് കഴിച്ച് കഴിച്ച് അത് ശീലമായി. അപ്പം എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്തെന്നറിയാമോ, ഇന്നലെ മുതൽ കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി ഗുളിക കഴിച്ചു. ഇന്ന് രാവിലെ വൈറ്റമിൻ്റെ ഗുളികയും കഴിച്ച് നല്ല ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉണ്ട്. ഇന്നലെ കഴിച്ചിട്ട് കിടന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ലൊരിതുണ്ട് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ എനിക്ക് എണീക്കാനേ പറ്റത്തില്ല. കിടക്കയിൽ നിന്ന് എണീക്കാനേ പറ്റത്തില്ല. ജോലിക്ക് പോകാൻ എണീക്കുമ്പോഴത്തേക്കും ബോഡിക്ക് അത്ര വേദനയായിരിക്കും. ബോഡി പെയിനും ക്ഷീണവും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നെനിക്ക് നല്ലൊരിതുണ്ട്. അപ്പോൾ ഞാൻ ഗുളിക കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ എന്തുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇന്നലെ നമ്മൾ ലൈവ് വരുന്ന കാര്യം ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ചാനലിൽ ലൈവ് വരുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ രാത്രി നമ്മുടെ വേറെ മറ്റു ചാനലിൽ ലൈവ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, ഒരു 3/4 മണിക്കൂർ ഇരുന്നിട്ടും നമ്മുടെ സ്ഥിരം വരുന്നവരാരെയും കാണാനില്ല കേട്ടോ. സ്ഥിരം വരുന്ന ആൾക്കാരെയൊന്നും കിട്ടുന്നതേ ഇല്ല. കുറേ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ആർക്കും കിട്ടുന്നില്ല എന്നും. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ അത് പുതിയ ചാനലായതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. സബ്ബൊക്കെ കുറവുള്ളത് കൊണ്ടാണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാർക്കൊന്നും ലൈവിലോട്ട് കയറാൻ പറ്റുന്നില്ല. അവർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്ത് പുതിയ ചാനലൊക്കെ ആകുമ്പോൾ സെർച്ച് ചെയ്താലും കിട്ടത്തില്ല കേട്ടോ. നമ്മുടെ പേരുകൾ സെർച്ച് ചെയ്താലും കിട്ടത്തില്ല. പിന്നെ കുറച്ച് സമയം ഞാൻ ആ ലൈവിലിരുന്നിട്ട് വീണ്ടും നമ്മുടെ ഈ ചാനലിലോട്ട് ലൈവ് വന്നപ്പോഴത്തേക്ക് നമ്മളെ പരിചയക്കാരെല്ലാം, നമ്മളെ സ്ഥിര ആൾക്കാരെല്ലാം ഓടി 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 വന്നു കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ ലൈവ് നടത്താൻ പറ്റത്തില്ല. ഈ ചാനലിൽ ലൈവ് നടത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ അറിയുന്നവരും കേൾക്കുന്നവരൊക്കെ ഇതിലാണ് വരുന്നത്. അതിൽ കിട്ടുന്നില്ല. അതിന് സമയം എടുക്കുമായിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അത് സമയം എടുക്കുമെന്ന് തോന്നുന്നു. നോക്കട്ടെ, അതിലും ഇതിലും കൂടെയൊക്കെ നമുക്ക് വരാൻ പറ്റും. 2 ചാനലും കൂടെയൊക്കെ ലൈവ് വരാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലുമൊക്കെ വരുന്നത് പോലെയൊക്കെ വരട്ടെ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇന്നലെയൊക്കെ മഴയായിരുന്നു. ഇന്ന് മഴയൊന്നുമില്ലായിരുന്നു. ഇന്ന് നല്ല ചൂടും കാര്യങ്ങളുമായിരുന്നു. നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കും പോലെയല്ല, പണിക്കിറങ്ങുമ്പോൾ നല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ്. അതും ഇന്നത്തെ വാർത്തയുടെ ഒരു സൈഡാണ്. അടുത്ത വാർത്തയെന്ന് പറയുന്നത് ചോറും കറിയൊക്കെ വെച്ചു കേട്ടോ. ജോലിക്ക് പോയിട്ട് വന്ന് ചോറും കറിയൊക്കെ വെച്ച് അതിൻ്റെ ഒരു കുഞ്ഞു ഷോട്ട് നമ്മുടെ വീഡിയോയിലിട്ടിട്ട് നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. നവരമീനും അയലമീൻ വറുത്തു, നവരമീൻ കറി വെച്ചു. നമ്മുടെ സ്വന്തം കൃഷിയിൽ കൃഷി ചെയ്തെടുത്ത സത്യം പറഞ്ഞ് ഞാനല്ല കൃഷി ചെയ്യുന്ന ആൾ. പാവം എൻ്റെ ചേട്ടനാണ് കേട്ടോ. ഞാനാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കത്തില്ല. വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫോണും എടുത്തുകൊണ്ട് പോവും, വീഡിയോ എടുക്കും. അപ്പോൾ ഇടയ്ക്ക് 2 ദിവസത്തിന് മുന്നേ നോക്കിയപ്പോൾ അത് കുഞ്ഞായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പയർ 50 രൂപയ്ക്കും കിട്ടത്തില്ല കേട്ടോ. 50 രൂപയ്ക്കും കിട്ടത്തില്ല. നമ്മൾ 20 രൂപയ്ക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒരു 4 പയർ അല്ലെങ്കിൽ 5 പയർ 20 രൂപയ്ക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെ ഇത് പോയാലും 100 രൂപയ്ക്ക് വരുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ അതിനെ പറിച്ചുകൊണ്ട് വെച്ചേക്കണ്. അന്നേരം ഞാനൊരു ഷോട്ട് എടുത്ത് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പയർ തോരനും മീൻ വറുത്തതും മരിച്ചിനിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നു. അപ്പം മരിച്ചിനിയൊക്കെ വച്ചു, ചോറൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക്. ചേട്ടൻ പുറത്തെ ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ. എൻ്റെ ചേട്ടന് പുറത്തെ ഫുഡേ ഇഷ്ടമില്ല. ഒട്ടും നിവർത്തിയില്ലെങ്കിൽ നമുക്ക് വയ്യായികയോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ മാത്രം പുറത്തെ ഫുഡ് കഴിക്കും. അല്ലെങ്കിൽ അങ്ങനെ പുറത്തെ ഫുഡൊന്നും കഴിക്കില്ല. നിവർത്തികേട്. ജോലിക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ എനിക്ക് വയ്യെങ്കിൽ ഞാൻ ഇപ്പം ഒന്നും വെക്കുകയൊന്നുമില്ല. ആ സമയത്തൊക്കെ മാത്രം, ജോലിക്ക് പോകുന്ന സമയത്തൊക്കെ മാത്രം പുറത്തുനിന്ന് കഴിക്കും. പിന്നെ അല്ല, രാത്രി ജോലിക്ക് പോകുന്നതിൻ്റെ അന്ന് രാത്രിയും പുറത്തുനിന്നാണ്. നമ്മൾ രാവിലെയൊക്കെ കാപ്പി ഉണ്ടാക്കി കൊടുത്തുവിടാൻ പറ്റില്ല. രാവിലെ നമ്മൾ ദോശയും അപ്പമൊക്കെ
7 മണി 6 മണിക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ രാത്രി 8 മണിക്കൊക്കെ കഴിക്കുമ്പോൾ അതൊന്നിനും കൊള്ളില്ല. മാക്സിമം പുറത്തുനിന്ന് കഴിക്കത്തില്ല. വീട്ടിലെ ഫുഡാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം എനിക്ക് വയ്യെങ്കിൽ അതാണ് ഞാൻ ജോലിക്ക് പോയിട്ട് വന്നാലും ഉച്ചയ്ക്ക് വെക്കുന്ന കാര്യം അതാണ്. ചൂടോടെ കഴിക്കട്ടെ. അല്ലെങ്കിൽ ജോലിക്ക് പോണേൻ്റെ അന്ന് നമ്മൾ രാവിലെ തലേദിവസത്തത് വെച്ച് കൊണ്ടുപോകുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ആ തണുത്ത് ഒരു ഗുണവും കാണില്ല. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവർ വെളുപ്പിലെ 4 മണിക്ക് കഴിച്ച് വേവിക്കുന്ന ടീമാണ് കേട്ടോ. അവർ തലേദിവസം പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ച് തേങ്ങയൊക്കെ തിരുകി വെച്ച് അരിയൊക്കെ തിളപ്പിച്ചിറക്കി വെച്ച് അവർ വെളുപ്പിലെ 4 മണിക്ക് എണീറ്റ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഒതുക്കി വെച്ചിട്ടാണ് അവരൊക്കെ ജോലിക്ക് വരുന്നത് കേട്ടോ. ഞാൻ നേരെ വിപരീതമാണ്. ചിലപ്പോൾ ഇത് കിടന്നിട്ട് എണീറ്റുണ്ടല്ലോ, ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പാടെ അങ്ങ് പോവും കേട്ടോ. ചേട്ടൻ പോണേണ്ടെന്ന് നമ്മൾ തലേദിവസത്തതൊക്കെ ഉണ്ടല്ലോ, പിന്നെ കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കും. ചേട്ടൻ വരുന്ന ദിവസമാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറ്റില്ല, ഞാൻ അങ്ങ് പോവും. പുട്ടിന് എന്തെങ്കിലും മാവുണ്ടെങ്കിൽ നനച്ച് വെച്ചിട്ട് പോവും. അപ്പോൾ ദോശയൊക്കെ ഉണ്ടെങ്കിൽ അരച്ചൊക്കെ വെച്ചിട്ട് പോവും. എന്തെങ്കിലും കറിയൊക്കെ ആക്കി വെച്ചിട്ട് തലേദിവസത്തെ കറി ചിലപ്പോൾ കാപ്പിക്കേൻ്റെ തലേദിവസത്തെ കറി വെച്ചാൽ അടുത്ത ദിവസത്തേക്കും കാണും. കറിയൊക്കെ നമ്മൾ 2 ദിവസത്തേക്കൊക്കെയാണ് സെറ്റ് ചെയ്യണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിച്ച് എന്തരാകുമെന്ന് അറിഞ്ഞൂടാ. അപ്പം എൻ്റെ കാര്യം അങ്ങനെയാണ്. ഒന്നും എന്തെങ്കിലും അടിയന്തരമായിട്ട് നമ്മൾ ഓഫീസിൽ എന്തെങ്കിലും ആവശ്യം വന്നതുകൊണ്ടല്ലോ, അന്ന് നമ്മുടെ ഫുഡ് പുറത്തായിരിക്കും. അടിയന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം നിൽക്കണ നിലയിൽ എനിക്ക് വന്ന് പോകേണ്ടി വന്ന് ചേട്ടനുള്ള ദിവസമാണെങ്കിൽ ചേട്ടൻ പിന്നെ സഹായിക്കും കേട്ടോ. തേങ്ങ തിരികെ തരും, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യും. പക്ഷേ എല്ലാ പാചകവും സെറ്റായി വരണമെങ്കിൽ ഞാൻ തന്നെ വേണം. പാചകമെല്ലാം സെറ്റായി വരണമെങ്കിൽ മാം ഉണ്ണണമെങ്കിൽ ഞാൻ തന്നെ വേണം. ചിക്കനൊക്കെ ആണെങ്കിൽ വെക്കും, മീൻ കറിയൊന്നും വെക്കത്തില്ല. മീൻ കറിയൊക്കെ വെക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്തകളും ഹേമസുധയുടെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളുമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. അടുത്തൊരു വാർത്തയും അടുത്ത വിശേഷങ്ങളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.